സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സോർ പ്ലീസ് നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഗ്രാനി 2യുടെ സെക്കൻഡ് പാർട്ട് കളിക്കാൻ പോകണം. ഗ്രാനി 3യുടെ സെക്കൻഡ് പാർട്ട് കളിക്കാൻ പോകണം. സോ കഴിഞ്ഞ ആഴ്ച നമ്മൾ എപ്പിസോഡ് എടുക്കുകയായിരുന്നു ഗ്രാനിയും ഗ്രാൻഡ് പേ ആയിട്ട്. അത് നമ്മൾ വട്ടത്തിൽ പൊട്ടുവാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഗ്രാനി മാത്രം ഒന്ന് കളിച്ചു നോക്കാൻ പോവാണ്. ഈ ഫസ്റ്റ് ഡേ തന്നെ ജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെവൽ നിങ്ങൾ പറയുന്നത് കളിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ഷെയർ അടിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ ഗെയിമിംഗ് വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ ഇൻസ്റ്റ ഐ ഡി കൂടെ ഉണ്ട്. ചുമ്മാ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഫോളോ ചെയ്ത് വെച്ചപ്പോൾ വലിയ ഉപകാരമൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, ചുമ്മാ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഓക്കെ, ഇന്നത്തെ നമ്മൾ ഗ്രാനിയാണ് ഇട്ട് കളിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. ഈസിയാണ്. ഓക്കെ, ഈസി ആയിട്ട് കളിക്കാം. അതിന് നമുക്ക് ഹാർഡ് ഒക്കെ എടുക്കാം. സോ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലോഡിങ് ആവുന്നുണ്ട്. ഓക്കെ, ഇൻട്രോ. സോ കഴിഞ്ഞ വീഡിയോ കണ്ടുവന്ന കുറേ ഇൻട്രോ എങ്ങനെയാണെന്ന്, അതുകൊണ്ട് ഇൻട്രോ നമ്മൾ കാണിക്കുന്നില്ല, സ്കിപ്പ് അടിച്ച് പോവാണ് ഗൈസ്. സ്കിപ്പ് അടിക്കാം. സോ അങ്ങനെ ഡേ 1 ആണ്. നമ്മൾ മാക്സിമം ഡേ 1 തന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ചെയ്യും ഗൈസ്. നമ്മൾ ഡേ 5 വരെ പിടിച്ച് നിൽക്കുന്നത് എങ്ങനെയും ഇപ്പോൾ പിടിച്ച് ഇവിടെ ജയിച്ച് പോകണം ഗൈസ്. അത്ര ഉണ്ട് എനിക്ക്. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം പഠിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് അവിടെ നിന്ന് കീ എടുക്കാം ഗൈസ്. സോ നമ്മൾ കീ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി പൊട്ടിക്കാം. സോ ഇത് പൊട്ടിക്കാൻ എന്നെ താമസം, പെട്ടെന്ന് സമയമില്ല. എനിക്ക് ഡേ 1 തന്നെ തീർക്കാൻ പറ്റുന്ന അത്രയും കാര്യം തീർക്കണം. സോ ഗൈസ് തീർത്തിട്ടുണ്ട്. നമുക്ക് താഴത്തോട്ട് പോകാം. സോ ഇതിലെ വഴിയാണ് ഗ്രാനി വരുന്നത്. ഗ്രാനിയെ താഴത്തോട്ട് വരുത്തിയിട്ട് എനിക്ക് മേലോട്ട് കയറിപ്പോകാൻ പറ്റില്ല. ഡോറ് ലോക്കായിരിക്കും ഗൈസ് മേളത്തെ. സോ എല്ലാം കളിച്ച് പഠിച്ച് നന്നാക്കും ഗൈസ്. അതുകൊണ്ട് സീനില്ല. സോ ഈ ഡോറിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ഗ്രാനി താഴത്തോട്ട് വരും. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ വല്ല ഉണ്ടോന്ന് നോക്കണം. സോ ഇവിടെ ഒന്നുമില്ല. ഇവിടെ എൻ്റെ ബ്രിഗ് കിടപ്പുണ്ട്, എടുത്തോണ്ട് പോവാം. സോ പ്ലാങ്കാണ് ഇതിനകത്ത് പറയുമല്ലോ. സോ ഇത് തള്ളിയിടാം. സോ ഇനി ഗ്രാനി വരുന്നോളം പിന്നെ വെയിറ്റ് ചെയ്യണം ഗൈസ്. ഗ്രാനി അങ്ങോട്ട് പോയാൽ എനിക്ക് മേലോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഇതാണ്ട ഗ്രാനി അങ്ങോട്ട് പോകത്തില്ല. മേലോട്ട് കയറിപ്പോയാൽ പോകാൻ പറ്റത്തില്ല. സോ പോയിട്ടുണ്ട്. സോ ഗൈസ് മുന്നോട്ട് പോവാം. അത് ലോക്കല്ല, ഇത് ലോക്കാണ് ഗൈസ്. ലോക്ക് വറക്കാം. സോ പെട്ടെന്ന് എനിക്ക് ടൈം ഒട്ടുമില്ല ഗൈസ്. സോ ഇവിടെയാണ് ഈ പ്ലാങ്ക് വെക്കേണ്ടത്. സോ പ്ലേസ് വെക്കാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വല്ലതും ഉണ്ടോ? സോ താഴത്തെ ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതാണ് അതിൽ നിന്ന് തന്നെ അത് കിട്ടി. സീനില്ല. മറ്റേ ഗേറ്റ് തുറക്കുന്ന ഗേറ്റിൻ്റെ ആ റൗണ്ട് സാധനമാണിത്. സോ അങ്ങോട്ട് പോകാം. താഴെ മാത്രം വീണാക്കില്ല. സോറി, നമുക്ക് അതിന് മണ്ടയിലോട്ട് പോകാം ഗൈസ്. ഇത് താഴത്തോട്ട് പോയി കൊടുക്കുന്നത് മണ്ടയിൽ നമുക്ക് കയറി കൊടുക്കാം. സോ ഞങ്ങൾ അങ്ങനെ വീടിൻ്റെ മണ്ടയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഗേറ്റ് എവിടെ? ഗേറ്റ് സോ അതാണ് ഗേറ്റ്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്? ഇവിടെ താഴത്തെ അതെന്ത് ചെയ്യണം? അതെന്തോ ഷെഡ് ചെയ്യാൻ തോന്നുന്നു ഗൈസ്. ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യാം. ഒന്നും കൂടെ. ഓക്കെ, താഴെ ഇട്ടിട്ടുണ്ട്. സോ താഴെ കിടപ്പുണ്ട്. ഞാനിത്തുള്ള പുറത്തൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. സോ എനിക്കിത് ഇപ്പോൾ കളിക്കാൻ പേടിയില്ല ഗൈസ്. ഞാൻ കളിച്ച് പ്രാക്ടീസ് ചെയ്ത് കാരണം ഇപ്പോൾ കളിക്കാൻ പേടിയില്ല. സോ നമുക്ക് ഈ പ്ലാങ്ക് ഫിറ്റ് ചെയ്യാം. പിന്നെ ചുറ്റുകളുണ്ട്. സോ ഇനി നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി തുറന്നെന്ന് വെച്ചാൽ ഗേറ്റ് ഇവിടെ ഒന്നുമില്ല. പിന്നെ എന്തിനാളാ ഇത് മാത്രം മതി. പിന്നെ ആ സ്വിച്ച്. സോ തള്ള നിൽക്കുന്നു. കണ്ടില്ലെന്ന് തോന്നുന്നു എന്നെ. അങ്ങോട്ടോ പോട്ടെ. നമുക്ക് ഇതിനകത്തൂടെ അകത്തോട്ട് കയറിയിട്ടെ. ഇവിടെയൊക്കെ തുറന്ന് നോക്കട്ടെ. എല്ലാം ഉണ്ടോ നോക്കട്ടെ. എല്ലാം ഉണ്ടോ? സമയമില്ല. സോ എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ പ്ലാങ്ക് ഇരിക്കുന്ന ഗൈസ്. ഇത് വെച്ചിട്ട് ആവശ്യമുണ്ട്. എടുക്കാം. സോ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ കൂടെ പോകുമ്പോൾ എനിക്ക് ബാഗിൽ കൂടെ പോകുമ്പോൾ പേടിയ ഗൈസ്. ഞാൻ അങ്ങോട്ട് തിരിയുമ്പോൾ അവൾ ഫ്രണ്ടിലോട്ട് ചാടി വന്ന. എനിക്ക് ഫസ്റ്റ് ഡേയും കൊണ്ടല്ല തീർക്കണമെന്ന് ആഗ്രഹം ഗൈസ്. സോ അവൾ ഗ്രാനി മേളിലോട്ട് പോയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ വേറെ പോകുന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. സോ സമയമുണ്ട്. നമുക്കത് അതിനുള്ള വീട്ടിനകത്ത് തന്നെ മാച്ച് ബോക്സ് എല്ലാം കണ്ടു ഗൈസ്. ഇതൊക്കെ തുറന്ന് നോക്കാം.
നമ്മൾ മേളിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഇച്ചിരി സമയം എടുക്കും ഗൈസ്. ആ സമയം കൊണ്ട് നമുക്ക് മാച്ച് ബോക്സും കിട്ടി ഗൈസ്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ അകത്ത് മാച്ച് ബോക്സ് ഇരിപ്പുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒരു സാധനം ഇല്ലേ? ഇവിടെ ഒരു മാച്ച് ഉണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? സോ ഇതിൻ്റെ അകത്തൊന്നുമില്ല. സോ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ അവിടെ നിന്ന് ഷെഡുണ്ടോ ഗൈസ്? സോ ഇവിടെ വല്ല തുറന്നില്ലല്ലോ. ഗൈസ് മേളിൽ കീ കിട്ടി. എന്ത് കീയാ? വെപ്പൺ കീ സോറി, വെപ്പൺ കീ ഉണ്ടേ സീന. ഈ വെപ്പൺ കീ ഉള്ളതാണ് പേടിക്കേണ്ട ആവശ്യമില്ല. വെപ്പൺ കീ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് വെപ്പൺ. സോ നമുക്കിനി ആ ഗ്രാനിത്തറിൽ ഇറങ്ങുന്നോളം വരെ വെയിറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്. മേളിൽ നിന്ന് ഇറങ്ങണം. സോ കല്ലെടുക്കാൻ പറ്റുമോ? എടുത്തില്ല. എടുത്തു. ഇങ്ങോട്ട് പോവാം. സോ നല്ല പേടിയുണ്ട്. ഇവിടെ വെച്ചാലും പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ കരയും ഉറപ്പാണ്. വെപ്പൺ ഇവിടെ വെപ്പൺ തുറക്ക്. വെപ്പൺ കിട്ടി. ഇനി നീ വാടി. എന്തിനീ നീ? അതാണ് ഇറങ്ങി വരുന്നത്. അമ്മച്ചി ഞാൻ പോതല്ലേ പ്ലാൻ എടുത്തിട്ടോ. ഓട് പെട്ടെന്ന് സമയമില്ല. അവൾ എണ്ണിക്കുന്ന മുമ്പ് സെറ്റാക്കണല്ല. ഇവിടുത്തെ ഡോറ് തുറക്കുന്നോ? പെട്ടെന്ന് ഒട്ടും സമയമില്ല. തുറക്ക്. സോ ഡ്രോപ്പ്. അയ്യോ ഡ്രോപ്പല്ലേ, എടുത്തെറിയാനല്ലേ പറഞ്ഞേ. അവിടെ എടുത്ത് വെക്കടാ. സെറ്റ്. പോയി ഇതെടുത്തിട്ടാ മാച്ച് ബോക്സ് എടുത്തിട്ട് മാച്ച് ബോക്സ് പെട്ടെന്ന് സമയമില്ല. അവൾ മാഞ്ഞു പെട്ടെന്ന് മാച്ച് ബോക്സ് എടുത്തു പെട്ടെന്ന് പോടാ. അവള് 2-3 സെക്കൻഡേ കിട്ടത്തുള്ളൂ. അവള് കത്തിക്ക്. ഡ്രോപ്പ് അത് ഇനി ആവശ്യമില്ല. നീ വീടിൻ്റെ മണ്ടയിലോട്ട് പോകും. വീടിൻ്റെ മണ്ടയിലോട്ട് കിട്ടോ. സോ കയറി പോ. അതത്രേ ഉള്ളൂ, തീർന്നു. എന്തേ കാക്കയെ പോകച്ചു വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഷെഡ് എവിടെ? സോ നമുക്ക് ഇതിലൊക്കെ ഇറങ്ങാം ഗൈസ്. ഓക്കെ, ഷെഡിലോട്ട് പോകാം. ഇതിലെ കൂടെ ഇറങ്ങാം. പ്രോ പ്ലേസ് ഒക്കെ ഇങ്ങനെയാണ്. ചത്താക്കല്ലേ പ്രോയൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതായിട്ട് ഇങ്ങനെ വെച്ച് ഓക്കെ സെറ്റ്. നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഷെഡ് എവിടെ കേട്ടോ? ഷെഡ് ഇപ്പുറമാണോ? എൻ്റെ മനസ്സ് പറയുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ ഷെഡ്. സോ ഇനി അങ്ങോട്ട് പോകാം. നല്ല ഗ്രാനി. ഓക്കെ, നമ്മൾ ഷെഡ് തുറന്നിട്ടുണ്ട്. ഷെഡിൽ വല്ലതും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെഡിൽ ആക്സിലേറ്റർ. സോ ട്രെയിൻ എസ്കേപ്പ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ട്രെയിൻ എസ്കേപ്പ് അല്ല, നോർമൽ എക്സ്കേപ്പാണ് ഞാൻ നടത്തുന്നത്. വഴക്കുന്നില്ല കാര്യം തോന്നുന്നു. സോ ആക്സിലേറ്ററിൻ്റെ ആവശ്യം എനിക്കില്ല. ഷെഡ് തുറന്നിട്ടുണ്ട്. ഇനി ഷെഡിൽ ജനറേറ്റർ ഓൺ ചെയ്യണം. അയ്യോ തലക്കിട്ട് കിട്ടിയില്ല. ബോധം മാത്രമേ പോയുള്ളൂ. പെട്ടെന്നടി. ചത്ത്. ഇനി സമയമുണ്ട് ഗൈസ്. അതായത് 30 സെക്കൻഡ് ടൈമുള്ളൂ. അതിന് മുമ്പ് താഴത്തോട്ട് പോകണം. താഴത്തോട്ട് എന്തിനാണ് പോകുന്നതല്ലേ ചോദിക്കുന്നേ? പറയാം. താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. അത് പൊട്ടിച്ച് അവിടെ റൂമുണ്ട്. ആ റൂമിനകത്തോട്ട് കയറിയിട്ട് അവിടെ നിന്ന് കൗബാർ എടുക്കണം. കൗബാർ എടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ബോക്സ് തുറക്കും. ഇത് എന്നിട്ട് നമ്മൾ അങ്ങോട്ട് കയറണം. സോ നമ്മൾ ഇങ്ങോട്ട് കയറ്റിട്ടുണ്ട്. ഇത് ഡ്രോപ്പ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളത്. സോ ഗൈസ് നമുക്ക് വേണ്ട മെയിൻ സാധനം കിട്ടിയിട്ടുണ്ട്. സോ അയ്യോ തുറക്ക്. കൗബാർ ഇപ്പോൾ ഇരിക്കട്ടെ. ഞാൻ മേളിൽ പോയിട്ട് ബോക്സ് തുറന്നിട്ട് അതിനകത്തിലുണ്ടോ നോക്കട്ടെ. ഇത് തുറക്കാൻ പറ്റും. തുറന്നു കഴിഞ്ഞാൽ ഗൈസ് ഇവിടെ ഉണ്ട്. ആദ്യം നമുക്ക് മറ്റേ സാധനം എടുക്കാം ഗൈസ്. ഇനി ഇവിടെ ഒത്തിരി നിൽക്കാൻ പറ്റത്തില്ല. അത് വേറെ കാര്യം. ഗ്രാനിത്തള മിക്കവാറും മാഞ്ഞു കാണും ഗ്രാനിത്തള. സോ വേണ്ട 2 സാധനം കിട്ടി ഗൈസ്. ഇപ്പോൾ തന്നെ ഇത് തീർക്കും. അയ്യോ അവൾ എണ്ണിച്ച് കാണുമോ? സോ എണ്ണിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ എണ്ണിച്ചിട്ടുണ്ട്. ഞാൻ പേടിച്ച് കളിക്കുന്നു. ഇവിടെ വല്ല സ്പോണായാൽ പിന്നെ അത്രേ ഉള്ളൂ, തീർന്ന്. സോ മേലോട്ട് പോയിട്ടുണ്ട്. സോ ഗൈസ് സെറ്റ്. സോ ഗൈസ് നീ സൂക്ഷിച്ചും കണ്ടൊക്കെ താഴത്തോട്ട് ഇറങ്ങണം. സോ ഇവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ക്രിസ്മസ് ആണ്. സോ ഗൈസ് ക്രിസ്മസ് ഞാൻ കാര്യം മറന്നു. ഹാപ്പി ക്രിസ്മസ് കേട്ടോ എല്ലാവർക്കും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഞാൻ ആ കാര്യം മറന്നു ഗൈസ്. നമുക്കിനി മേലോട്ട് പോകണം. ഇവിടെ എല്ലാം കാണുമോ? സോ പുറത്തോട്ട് പോകും. അതിന് ഷെഡിന് അങ്ങോട്ട് പോകും. ജനറേറ്റർ ഓൺ ചെയ്യണം. ജനറേറ്റർ. സോ കറണ്ട് പോയിട്ടുണ്ട്. ഇനി മണ്ടയിലോട്ട് പോയിട്ട് സ്വിച്ച് ഓൺ ചെയ്യണം. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എസ്കേപ്പ് ആവും. സോ ഞാൻ ഉദ്ദേശിച്ച അത്ര കാര്യങ്ങളൊന്നും നടന്നില്ല ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഭയങ്കര ടാസ്ക് ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും എന്നൊന്നും ഓർത്ത് പെട്ടെന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് താഴത്തോട്ട് പോകുന്നുണ്ട്. ആ സമയം കൊണ്ട് മേളിൽ പോയിട്ട് സ്വിച്ച് ഓൺ ചെയ്യാം. പോയോ? സോ മേലോട്ട് പോയിട്ടുണ്ട്. സോ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. മണ്ടയിലോട്ട് പോയിട്ട് സ്വിച്ച് ഓൺ ചെയ്യാം. സോ പെട്ടെന്ന്. സോ ഇവിടെ ക്യാമറ തെളിഞ്ഞ് ഇനി സ്വിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തോട്ട് പോയിട്ട് നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. സോ ഇനി നമുക്കിനി പോകാം. സോ എന്നാൽ ടാറ്റ, ഞാൻ പോയാക്കുവാണ്. ഗ്രാനി ടാറ്റ കേട്ടോ, ബൈ. ഓക്കെ, അങ്ങനെ തിരിച്ച് നമ്മൾ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു ഗൈസ്. ടാറ്റ. സോ ഗൈസ് അങ്ങനെ നമ്മൾ ഗ്രാനി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് 3. നിങ്ങൾക്ക് ഇനി അടുത്ത എല്ലാം പാർട്ട് ഗ്രാനി എല്ലാം വേണം കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും കളിക്കുന്നതായിരിക്കും. സോ അപ്പോൾ ഗൈസ് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, പിന്നെ ഹാപ്പി ന്യൂ ഇയർ. എനിക്കിനി ന്യൂ ഇയറിന് ഇനി വീഡിയോ ഇടാൻ പറ്റത്തില്ല, എനിക്ക് 2-3 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പം ഈ ആഴ്ച ഇനി വീഡിയോ കാണത്തില്ല. ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടതിന് 2 ആഴ്ചയുടെ മേളിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഒക്കെ ആയ കാരണം എക്സാമിന് പഠിക്കണം. പിന്നെ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. പിന്നെ അതിനൊക്കെ ഒരു പേരിന് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയ കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ എനിക്കിനി വരുന്ന 2 ആഴ്ച വീഡിയോ ഇടാൻ പറ്റത്തില്ല. സോ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഹാപ്പി, എല്ലാം കൂടെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയുക. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഞാൻ പോവാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ഇട്ട് വരാം.